Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So now we are discussing the first chapter of CBSE class 8th students. CBSE സിലബസിൽ 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് കോൾ ആൻഡ് പെട്രോളിയം എന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ എക്സോസ്റ്റബിൾ മീൻസ് ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ നേച്ചറിൽ കാണുന്ന റിസോഴ്സസ്, ഫ്യൂവൽസ് ആണ് എന്ത് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ്. അതിനകത്ത് ടുഡേ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ദ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസസ് ഒക്കെ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്യാസുമായി റിലേറ്റ് ചെയ്താണ്. ഓക്കെ, നാച്ചുറൽ ഗ്യാസുമായി റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാച്ചുറൽ ഗ്യാസ് എന്തിനൊരു എക്സാമ്പിൾ ആയിരുന്നു? എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സിന് എക്സാമ്പിൾ ആണ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, സോ നാച്ചുറൽ ഗ്യാസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫോസിൽ ഫ്യൂവൽ ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു ട്രാൻസ്പോർട്ട് ത്രൂ പൈപ്സ്. ഈ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫ്യൂവൽ ആണ് CNG എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫോസിൽ ഫ്യൂവൽ ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു ട്രാൻസ്പോർട്ട് ത്രൂ പൈപ്സ്. അപ്പം എന്താണ് CNGയുടെ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഈസി ടു ട്രാൻസ്പോർട്ട് ത്രൂ പൈപ്സ്. അപ്പം ഇമ്പോർട്ടൻറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്ന പോയിന്റ് ആണ് ഇറ്റ് ഈസ് ഈസി ടു ട്രാൻസ്പോർട്ട് ത്രൂ പൈപ്സ്. പൈപ്പ് ലൈൻസിലൂടെ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോസിൽ ഫ്യൂവൽ ആണ് അല്ലെങ്കിൽ എക്സോസ്റ്റബിൾ റിസോഴ്സ് ആണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. ദിസ് ഗ്യാസ് ഈസ് സ്റ്റോർഡ് അണ്ടർ ഹൈ പ്രഷർ ആസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഈ ഗ്യാസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഹൈ പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഹൈ പ്രഷർ കൊടുത്ത് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് എന്ത് പറയുന്നത്, നാച്ചുറൽ ഗ്യാസിന്റെ മറ്റൊരു പേരാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്, CNG എന്ന് പറയുന്നത് കേട്ടോ. CNG മീൻസ് എന്താണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് മീൻസ് എന്താ, ഈ നാച്ചുറൽ ഗ്യാസ് വി ആർ സ്റ്റോർഡ് അണ്ടർ ഹൈ പ്രഷർ കൊടുത്തിട്ടാണ് നാച്ചുറൽ ഗ്യാസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നും അതിന്റെ ഷോർട്ട് ഫോം ആണ് CNG എന്നത്. ഓക്കെ, CNG എന്നത്. നെക്സ്റ്റ് പറയുന്നത് പറഞ്ഞാല് യൂസിനകത്ത് നമ്മൾ പറയുന്നത് പവർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ഈ CNG അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിനെ വി ആർ യൂസിങ് ദിസ് നാച്ചുറൽ ഗ്യാസ് ഫോർ പവർ ജനറേഷന് വേണ്ടിയിട്ട് നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫോസിൽ ഫ്യൂവൽ ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു ട്രാൻസ്പോർട്ട് ത്രൂ പൈപ്സ്. പൈപ്പിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം, എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫോസിൽ ഫ്യൂവൽ ആണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അതാണ് ഈ നാച്ചുറൽ ഗ്യാസിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വി ആർ സ്റ്റോറിംഗ് ദിസ് നാച്ചുറൽ ഗ്യാസ് ആസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, under high pressure we are storing this natural gas under high pressure, then it is mentioned as compressed natural gas. ഇത് നമ്മൾ ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. then we are using this natural gas for power generation. ഓക്കെ, പവർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, നാച്ചുറൽ ഗ്യാസിനെ ഉപയോഗിക്കുന്നുണ്ട്. then next എന്ന് പറയുന്നത് this natural gas is also used in vehicles. ഓക്കെ, വെഹിക്കിൾസിലും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലും നമ്മളൊരു ഫ്യൂവൽ ആയിട്ട് എന്തിനെ ഉപയോഗിക്കാറുണ്ട്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിനെ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് പൊല്യൂട്ടിംഗ് ഗ്യാസ്. ഓക്കെ, ലെസ് പൊല്യൂട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയുന്ന പേരെന്താണ്, ക്ലീനർ ഫ്യൂവൽ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസിങ് നാച്ചുറൽ ഗ്യാസ് ഓൾസോ പ്രൊഡ്യൂസിങ് പൊല്യൂട്ടൻസ് ബട്ട് ദ എമൗണ്ട് ഈസ് ദാറ്റ് മച്ച് ലെസ്. ഓക്കെ, അതിന്റെ എമൗണ്ട് എന്താണ്, അത്ര തന്നെ കുറവായതുകൊണ്ട് നമുക്ക് അതിനെ എന്താ പറയാം, ലെസ് പൊല്യൂട്ടിംഗ് ഗ്യാസ് എന്ന് അല്ലെങ്കിൽ ലെസ് പൊല്യൂട്ടിംഗ് ഫ്യൂവൽ എന്ന് പറയാം. അതുകൊണ്ടാണ് അത് എന്താ പറയുന്നത്, ക്ലീനർ ഫ്യൂവൽ എന്ന്. ഒരു ക്വസ്റ്റ്യൻ, വൈ CNG is mentioned as cleaner fuel എന്ന് ചോദിച്ചാൽ ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് ലെസ് എമൗണ്ട് ഓഫ് പൊല്യൂട്ടൻസ്. എമൗണ്ട് ഓഫ് പൊല്യൂട്ടൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് CNG നമ്മൾ എന്താന്ന് പറയുന്നത്, ക്ലീനർ ഫ്യൂവൽ എന്ന് പറയുന്നത്. Then next related to advantages of CNG. Okay, next points related to advantages of CNG. The first advantage of CNG is it can be used directly for burning in homes and industries. Okay, we can use this CNG directly for burning in homes and industries. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് CNG ഹോമിലാണെങ്കിലും ഇൻഡസ്ട്രീസിലാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് CNGയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു നെറ്റ്വർക്ക് വഡോദര. ഓക്കെ, വഡോദര മീൻസ് ഗുജറാത്തില് ഇതേപോലെ CNGയുടെ ഒരു നെറ്റ്വർക്ക് എന്ത് ചെയ്യും,
പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഡൽഹിയിലെ കുറച്ച് പ്ലേസസിലും എന്തുണ്ട്, ഈ നാച്ചുറൽ ഗ്യാസിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. മീൻസ് അപ്പൊ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ പറയേണ്ടത് ഇറ്റ് ക്യാൻ ബി യൂസ് ഡയറക്ട്ലി ഫോർ ബേണിംഗ് ഇൻ ഹോംസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഹോംസിലാണെങ്കിലും ഇൻഡസ്ട്രീസിലാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ ബേണിംഗിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാസ് ആണ് CNG എന്ന് പറയുന്നത്, അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇനി നമുക്ക് അതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ കുറെ എടുത്ത് നമ്മൾ എന്തുണ്ട് ഇതിന്റെ നല്ല ഒരു എമൗണ്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ത്രിപുര, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ഇത്രയും പ്രദേശങ്ങളിൽ നമുക്ക് നാച്ചുറൽ ഗ്യാസിന്റെ നല്ല റിസോഴ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ത്രിപുര, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കൃഷ്ണ ഗോദാവരി ഡെൽറ്റ എന്നിവിടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ നല്ലൊരു റിസോഴ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ നാച്ചുറൽ ഗ്യാസ് നമ്മൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് കെമിക്കൽസിന്റെയും ഫെർട്ടിലൈസേഴ്സിന്റെയും ഒക്കെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഈ നാച്ചുറൽ ഗ്യാസിനെ ഉപയോഗിക്കാറുണ്ട്. ഇത്രയുമേ ഉള്ളൂ നമുക്ക് എന്തിനകത്ത് പറയാം, നാച്ചുറൽ ഗ്യാസ് എന്നൊരു കൺസെപ്റ്റിൽ പറയാൻ വേണ്ടി. അപ്പൊ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. കാരണം ഇറ്റ് ഈസ് ഈസി ടു ട്രാൻസ്പോർട്ട് ത്രൂ പൈപ്സ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പൈപ്പ് ലൈനിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് CNG എന്ന് പറയുന്നത്. ഇനി ഈ നാച്ചുറൽ ഗ്യാസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാണ്, ഹൈ പ്രഷർ ആയതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അല്ലെങ്കിൽ നമുക്ക് CNG എന്ന് പറയാം. CNGയുടെ ഫുൾ ഫോം ആണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് പവർ ജനറേഷന് വേണ്ടിയിട്ടാണ് CNG നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് വെഹിക്കിൾസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, CNGയെ ഒരു ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് ലെസ് പൊല്യൂട്ടിംഗ് ആണ്. ഈ ലെസ് പൊല്യൂട്ടിംഗ് ആയതുകൊണ്ട് CNGയെ പറയുന്ന പേരാണ് ക്ലീനർ ഫ്യൂവൽ എന്നത്. ഓക്കെ, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ യൂസ് ദിസ് ഗ്യാസ് ഡയറക്ട്ലി ഫോർ ബേണിംഗ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബേണിങ്ങിന് വേണ്ടിയിട്ട് ഹോംസിലാണെങ്കിലും ഇൻഡസ്ട്രീസിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ കെമിക്കൽസിന്റെയും ഫെർട്ടിലൈസേഴ്സിന്റെയും സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ് എന്തെന്ന് പറയുന്നത്, ഈ CNG എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ഡയറക്റ്റ് ബേണിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാണ്. അങ്ങനെ ഒരു നെറ്റ്വർക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഗുജറാത്തിലെ വഡോദര എന്ന പ്ലേസിലും ഡൽഹിയിലെ കുറച്ച് സ്ഥലങ്ങളിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ നെറ്റ്വർക്ക് ഓഫ് CNGയെ കണ്ടെത്താൻ സാധിക്കും. പിന്നെ ത്രിപുര, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ഇവിടെ എല്ലാം നല്ല റിസോഴ്സ് CNGയുടേത് ഉണ്ട്. ഇത്രയുമാണ് നമുക്ക് CNGയുമായി റിലേറ്റ് ചെയ്ത് പറയാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരേ ഒരു പോയിന്റും കൂടെ ഉള്ളൂ, some natural resources are limited. Okay, some natural resources are limited. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത എല്ലാം എന്തിനെ പറ്റിയിട്ടാണ്, എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസിനെ പറ്റിയിട്ട്. കാരണം അവരെന്താണ് ലിമിറ്റഡ് എമൗണ്ടേ ഉള്ളൂ, നമ്മളത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിന്റെ എമൗണ്ട് എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരും. കാരണം ഒരു വളരെ കുറച്ചൊരു എമൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ തന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കുന്നതാണ് ഇവരുടെ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താൽ വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ ഒന്നും ഇതൊന്നും എന്ത് ചെയ്തില്ല, കിട്ടാത്ത ഒരു അവസ്ഥ വരും. ഇനി ഈ ഫ്യൂവൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ പൊല്യൂഷൻ ലെവൽ എന്ത് ചെയ്യും, കൂടി വരികയും ചെയ്യും. ഈ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ഗ്ലോബൽ വാർമിംഗിലേക്ക് എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. അപ്പം ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 4 ടിപ്സ് PCRA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമുക്ക് തരുന്നുണ്ട്. PCRA മീൻസ് പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ എന്നതാണ് PCRA എന്ന് പറയുന്നത്. ഓക്കെ, PCRA മീൻസ് പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ. അവർ 4 ടിപ്സ് നമുക്ക് എന്താ ഈ ഇന്ധനം ഫ്യൂവൽസിന്റെ പൊല്യൂഷൻ ലെവൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടും പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് സ്പീഡിലും അല്ലെങ്കിൽ വളരെ ലോ ആയിട്ടൊരു സ്പീഡിലും എന്ത് ചെയ്യുക, വാഹനങ്ങൾ ഓടിക്കുക. സെക്കൻഡ്, ട്രാഫിക് ജാമോ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട പ്രദേശങ്ങളിൽ ആ എഞ്ചിൻ എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് തന്നെ വെക്കുക. ഇനി നമ്മുടെ ടയറിന്റെ പ്രഷറൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എൻഷുർ ചെയ്യണം. അതേപോലെ വാഹനങ്ങളുടെ മെയിൻ്റനൻസും കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഏകദേശം എന്ത് ചെയ്യാം, കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ചാപ്റ്റർ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ എന്തായിരുന്നു, കോൾ ആൻഡ് പെട്രോളിയം. നമ്മൾ ഡിസ്കസ് ചെയ്തത് നാച്ചുറൽ റിസോഴ്സസിനകത്തെ എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സിനെ പറ്റിയിട്ടാണ്. അതിനകത്ത് ലാസ്റ്റ് കൺസെപ്റ്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.